ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ മൂന്നു രാശിക്കാരുടെ തലവര തെളിയുന്നു. ഇനി ഇവർക്ക് ഭാഗ്യകാലമാണ്. ഫെബ്രുവരി 17 മുതൽ 22 വരെയുള്ള വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേട രാശിക്കാർക്ക് ഈ ആഴ്ച വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി സഹകരിച്ച് എല്ലാ രീതിയിലും മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ ആഴ്ചയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുവാൻ സാധിക്കും. കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകും. പൊതുപ്രവർത്തകർക്കും വളരെയധികം ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന വാരമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുത്ത് മുന്നോട്ട് നീങ്ങുക. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കും. അതുപോലെ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരക്ലേശവും ശത്രുശല്യങ്ങളും വർദ്ധിക്കുന്നതിനും ഇടയുള്ള വാരമാണ്. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. മഹാദേവന് ധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ നടന്നു കിട്ടും. സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഗുണകരമായ ആഴ്ചയാണ്. എന്നാൽ ചെറിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ്. കഴിയുന്നതും പ്രതിഷേധങ്ങൾ ഒഴിവാക്കി മേലധികാരിയുമായി യോജിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനുള്ള അവസരമുണ്ടാകും. എന്നാൽ രേഖകൾ നല്ലതുപോലെ നിങ്ങൾ പരിശോധിക്കേണ്ട ആഴ്ചയാണ്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ദൂരദേശ യാത്രകളും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് വളരെയധികം അനുകൂലമായ വാരമാണ്. പ്രണയിതാക്കൾക്കും വളരെയധികം ഗുണം ചെയ്യും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമഃശിവായ 108 ഒരു നിത്യേന ജപിക്കുകയും ചെയ്യുക. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ആശയവിനിമയ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. ഇങ്ങനെയാണെങ്കിലും വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട വാരമാണ്. വാഗ്വാദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. കൂട്ടുകെട്ടുകൾ മോശമാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബുദ്ധിപൂർവ്വം ചില നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയുള്ള വാരമാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും നല്ല ഗുണപ്രദമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധയോടുകൂടി ഈ ആഴ്ച മുന്നോട്ട് പോകേണ്ടതാണ്. തൊണ്ടവേദന, പനി, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇടയുള്ള വാരമാണ്. അതുപോലെ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ഓം ഗം ഗണപതിയെ നമഃ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച അപ്രതീക്ഷിതമായ സംഭവങ്ങൾ
പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. നിയമം പാലിച്ച് മുന്നോട്ട് പോകുക. കൂട്ടു ബിസിനസ്സിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി സംയോജിച്ച് പോകുവാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തുസംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. അതുപോലെ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കും. വീട് മാറി നിൽക്കുന്നതിനും ചെറിയ യാത്രകളും വേണ്ടി വരുന്നതാണ്. അതുപോലെ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ വേണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെലവുകൾ വന്നുപെടാം. സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും രേഖകൾ വളരെയധികം പരിശോധിക്കുന്നത് ഗുണകരമാകും. കുടുംബം, ധനം, ആരോഗ്യം ഈ 3 കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. ശിവോഷ്ടോത്തരം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെയെല്ലാം തന്നെ നേരിടേണ്ടി വരുന്നതാണ്. അധികാര മോഹം വർദ്ധിക്കും. ദമ്പതികളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ടതാണ്. എല്ലാവിധ ധന ഇടപാടുകളിലും രേഖകൾ വളരെ നല്ലതുപോലെ പരിശോധിക്കുന്നത് ഗുണകരമാകും. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടി വരുന്ന കാലമാണ്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകുവാൻ കാലതാമസം നേരിടുന്നതാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങളുടെ നേട്ടത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകും. ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുകയും ശനി ഗായത്രിയെ നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ശത്രുശല്യം കുറയുന്നതാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ കർമ്മരംഗത്ത് ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. ക്ഷമയോടെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കടം വാങ്ങിയ തുക തിരികെ നൽകുവാൻ സാധിക്കും. അതുപോലെ ശത്രുശല്യമുണ്ടാകാം. രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ വിഫലമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ധന ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. വീട്, വാഹനം, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകും. കലയും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കുവാൻ ഈ ആഴ്ച ഇടയാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ അഭിപ്രായങ്ങളുമായി യോജിച്ചു പോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതുമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരിയുടെ ബാക്കി പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ ബിസിനസ് മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും രേഖകൾ ഒപ്പുവെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുവാൻ ഇടയുള്ള വാരമാണ്. പഠന മേഖലയിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാകും. തന്മൂലം ചില മാനസികമായ ബുദ്ധിമുട്ടുകളും വന്നു ചേരാം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്.
നിങ്ങളുടെ സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും അത്ര ഗുണകരമല്ല. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും രേഖകൾ പരിശോധിക്കേണ്ടത് ഗുണകരമാണ്. കൂടാതെ ധനച്ചെലവുകളും വർദ്ധിച്ചു നിൽക്കുന്ന വാരമാണ്. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയുള്ള വാരമാണ്. അതുപോലെ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ, കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾ ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മേൽ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിന് ഇട നൽകരുത്. നിങ്ങൾ നിയമപരമായി മാത്രം കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു നീങ്ങുക. ചതികളിൽ അകപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വഴി മനസമാധാനക്കുറവ് അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ബന്ധുക്കളുമായി യോജിച്ചു പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാസസ്ഥലം മാറുന്നതിനും ഇടയുള്ള വാരമാണ്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ വാരമാണെങ്കിലും ഗൃഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമാകും. ശ്വാസതടസ്സം, ചില അസ്വസ്ഥതകളും നെഞ്ചിരിച്ചിലും ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. നിങ്ങൾ നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം എന്നിവ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുരാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് ആശയവിനിമയ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നതുമാണ്. പേരും പ്രശസ്തിയും ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ ഇടയാകുമെങ്കിലും രേഖകൾ വളരെ നന്നായി പരിശോധിക്കണം. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാൻ സാധിക്കുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വാരമാണ്. മുതിർന്നവരുമായി നല്ല ആശയവിനിമയം നടത്തുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ശ്രമിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് വാരം അനുകൂലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെ ഗുണപ്രദമാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ധാരണകളിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമാകും. ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കടബാധകൾ വർദ്ധിക്കുവാനും ഇടയുള്ള വാരമാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. ശ്വാസ തടസ്സം, അതുപോലെ ചില അസ്വസ്ഥതകളും തൊണ്ടവീക്കം എന്നിവ അനുഭവപ്പെടാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനവും ശനി ഗായത്രിയും നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനാഗമം ഉണ്ടാകുമെങ്കിലും ധന ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി മാറ്റമുണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഈ ആഴ്ച അത്ര ഗുണകരമല്ല. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ മുതിർന്നവരുമായി യോജിച്ച് പോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഇടയുണ്ടാകും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ചില ചെലവുകൾ വന്നു ചേരും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ പെരുമാറുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിടിവാശി ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. പല്ല്, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഉദരക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള വാരമായതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുകയും ഗണപതി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അടുത്തത് കുംഭരാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതി, ചതയം, പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാർക്ക് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ചയുണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കുന്നതാണ്.
അതുപോലെ ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. രേഖകൾ നല്ലതുപോലെ പരിശോധിക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെടുന്നതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മരംഗത്ത് പദവി മാറ്റം, സ്ഥാനമാറ്റം എന്നിവ ഉണ്ടായേക്കാം. അതുപോലെ സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഈ ആഴ്ച സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അത്ര അനുകൂലമായ വാരമല്ല. പ്രണയിക്കുന്ന ആളുകൾക്കും അപ്രകാരം തന്നെയാണ്. ശാരീരികമായും മാനസികമായും ചില അസ്വസ്ഥതകൾ വന്നുപെട്ടേക്കാം. അതായത് എല്ലാ കാര്യത്തിലും ഒരു ഭയമുണ്ടാകും. അമിതമായ ചിന്തകൾ ഉണ്ടായേക്കാം. ഇപ്പോഴുള്ള ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരിക അസ്വസ്ഥങ്ങളും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുള്ള വാരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീന രാശിക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ച അനുഭവപ്പെടും. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൊഴിൽ മാറ്റങ്ങൾക്കും ദൂരയാത്രകളും വേണ്ടി വരുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് നിങ്ങളുടെ വാക്ക് പാലിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ്. മത്സരബുദ്ധി കുറയും. മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കേസുകളോ വഴക്കുകളോ വന്നു പെടുവാൻ ഇടയുള്ള വാരമാണ്. ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. കടബാധകൾ വർദ്ധിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള വാരമാണ്. ദൂരയാത്രകൾക്ക് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. അതുപോലെ ഇപ്പോഴുള്ള രോഗപ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും ചികിത്സകൾ ആവശ്യമായും വന്നേക്കാം. ദൈവാധീനം നിങ്ങൾക്ക് ഈ ആഴ്ച വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ശിവഭഗവാന് ക്ഷീരധാര സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് തൃക്കൈ വെണ്ണ സമർപ്പിക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.